പോയാലോ അർജുൻ ശ്രീതു കോംബോ എന്ന് പറയുന്നത് ആ വീട്ടിൽ ആർക്കും അത് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മളിപ്പോ ആ വീട്ടില് പിന്നെ 24 hours നമ്മൾ ദിവസം അവിടെ ഇരിക്കല്ലേ. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നേരത്തെ കടന്നുറങ്ങുന്ന ആളാണ്. കാരണം എനിക്ക് എന്റെ ഉറക്കം മുഖ്യമാണ് ബിഗിലെ. പിന്നെ അതല്ലാണ്ട് രാവിലെ പിന്നെ ഈ പാട്ട് വെച്ച് എണീക്കുമ്പോ ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പൊ തന്നെ പോയി കിടന്നുറങ്ങും. ലൈറ്റ് ഓഫ് ചെയ്ത് കുറച്ചു നേരം സംസാരിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും. എനിക്ക് പിന്നെ അതിന് മേലെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വയ്യ തൊണ്ണ. അപ്പൊ ഇതിന്റെ ഇടയിൽ രാത്രി എന്ത് കണ്ടന്റ് നടക്കണത് എനിക്കറിയില്ല. അല്ലാത്ത നേരത്തൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഇവര് അവിടെ ഇരുന്ന് സംസാരിക്കണമെന്ന് ഞാൻ ഡേ ലൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ആ കോംബോ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് ഈ ലൈവിലൊക്കെ ചില സമയത്ത് മാത്രം ഒന്ന് കണ്ടുമുട്ടുമ്പോ ഇത് മാത്രം കട്ട് ചെയ്തിട്ട് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ലൈക് ദേ ആർ ട്രൈങ് ടു മേക്ക് മീൻ അർജുനും ശ്രീതും ട്രൈ ചെയ്യണമെന്നല്ല ഞാൻ പറയണേ, പുറത്ത് അത് വെറുതെ ട്രൈ ചെയ്തിട്ട് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. കാരണം അതിന്റെ ഉള്ളില് അർജുനും ശ്രീതു ഒന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളില് നമ്മൾ കാണാത്ത വല്ല കോംബോ ശരിക്കും ഉണ്ടോ? ഞാനും സിബിനും നിങ്ങൾ കണ്ടിരുന്നു ആ കോംബോനെ? ഞാനും ജാനും ഞാനും ഋഷിയും, അതാണ് നിങ്ങൾ അറിയാതെ പോയത്. കഴിഞ്ഞ 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഫസ്റ്റ് കേറി ചെന്നപ്പോ തന്നെ പൂജയ്ക്ക് പറ്റൊരു ടാസ്ക് ആണ് കിട്ടിയത്. എന്താണ്? വർത്താനം പറഞ്ഞ് ആ ഒരു ഇതില് തോൽപ്പിക്കാന്നുള്ളത്. അതില് ഭയങ്കര പുലിയാണ്. കറക്റ്റ് കയറി ചെന്നാൽ തന്നെ ആ ഒരു ടാസ്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ ആക്ച്വലി അന്ന് ഗബ്രിക്ക് ഇട്ടിട്ട് നല്ലോണം ഗബ്രിക്കെതിരെ നല്ല രീതിക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി അത് ഇവിടുന്ന് കണ്ടിട്ട് പ്ലാൻ ചെയ്തിട്ട് ഗബ്രിനെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇരുത്തി താഴ്ത്തണം എന്നുള്ള രീതിക്ക് പ്ലാൻ ചെയ്ത് പോയതാണ്. അത് ഓൾറെഡി അങ്ങനെ തന്നെയാണോ? ഞാൻ അവിടെ കയറുമ്പോ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഐ ഡോണ്ട് ടാർഗറ്റ് പീപ്പിൾ, ഐ ടാർഗറ്റ് ദ ടോപ്പിക്സ് എന്ന് പറയുന്നത്. എനിക്ക് അവരുടെ വിഷയങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ആളെ. എനിക്ക് ഗബ്രിയുടെ അടുത്തൊന്നും ഒരു ദേഷ്യമില്ല. ഞാൻ ഗബ്രി അല്ലാണ്ട് കുറെ നേരം സംസാരിക്കുന്ന ഒരു ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് ഗബ്രിയുടെ അടുത്ത്, പക്ഷേ ഗബ്രി പറയുന്ന സ്റ്റേറ്റ്മെന്റും ഗബ്രി ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് വരുമ്പോൾ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല മെമ്മറി ഉള്ള ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് ഒരു കാര്യം ഒരാൾ ചെയ്ത് പിന്നീട് ഞാൻ അങ്ങനെ മറക്കുന്ന ആളല്ല. അപ്പൊ ആദ്യം ശരണീച്ചി എന്തോ പോയിന്റ് സംസാരിച്ചപ്പം ശരണീച്ചിയോട് പറഞ്ഞു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ട ഒരു ഗെയിം ആയപ്പോൾ എന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് കണ്ടോണ്ടിരുന്നല്ലേ ഇതൊക്കെ. അപ്പൊ പിന്നെ കയറി അടിച്ചങ്ങ് സംസാരിച്ചു. പക്ഷെ ഐ തിങ്ക് അതൊരു ഹെൽത്തി ആയിരുന്നു ഭയങ്കരമായിട്ട്. ഞാനും ആണ് ഗബ്രിയേലെ പിന്നീട് നമ്മൾ അവിടെ വന്നിട്ട് അതിനെ പറ്റി ചർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ടാസ്കില് ആരെ പറ്റിയിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊന്നും ചെയ്തില്ല. ബിക്കോസ് അതൊരു ഡിബേറ്റ് അല്ലെങ്കിൽ അതൊരു പ്രസ് കോൺഫറൻസ് ആയിട്ട് ബാക്കിയുള്ളവരും കണ്ടത് അങ്ങനെ വിട്ടു. പക്ഷെ ഇവിടെ വന്നപ്പോ അത് ഭയങ്കര മാസമായി, ആകെ വൈറലായി. പൂജ എങ്ങനെയായിരുന്നു എന്നൊക്കെ ആയി. അതില് പിന്നെ സംസാരിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ അത് എന്റേതായ ഒരു സ്പേസിൽ വന്നിട്ട് അല്ലെങ്കിൽ അവിടെ ഞാനാ സംസാരിക്കണേ. എനിക്ക് അവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ഗസ്റ്റുകളോട്, അത് ദേ ആർ മൈ ഗസ്റ്റ്. അപ്പൊ എനിക്ക് എന്റെ ഒരു അപ്രോച്ചിനോട് ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് അവരെ ഹാപ്പി ആയിട്ട് വെക്കണം. കാരണം ദാറ്റ് ഇസ് ഒരു കർട്ടസി ആണ് അത്. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ അമ്മ കണ്ടസ്റ്റന്റ്, എന്റെ ഈക്വൽ ആയിട്ടുള്ള നമ്മള് ഫൈറ്റ് ചെയ്യണേ. സോ ഇറ്റ്സ് എ ഫൈറ്റ്. സോ അത് ഫെയർ ആയിട്ട് ഫൈറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ.